വാട്സാപ്പ് ഗെയിമേഴ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇതൊരു ഹൊറർ ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഗെയിമിൻ്റെ പേരാണ് ബൗറഡ് ഫിയേഴ്സ് എന്നാണ് ഇതിൻ്റെ അങ്ങനെ എന്തോ ആണ് ബൗറഡ് ഇന്ത്യ അങ്ങനെ എന്തോ ഒരു ഫിയേഴ്സ് ആണ് ഈ ഒരു ഗെയിമിൻ്റെ പേര്. അപ്പോൾ ഇത് എപ്പിസോഡിക് ഗെയിമാണ്. അപ്പം നേരെ കയറിയിട്ടുണ്ട്. ഒരാളും കൂടെ കയറി വന്നാൽ കൊള്ളാമായിരിക്കും. ഈ ഓയിൽ കെ അങ്ങനെ എന്തോ ആണ് പേരുകളുടെ ഓയിക്ക് ഒന്ന് കയറി ടെലിപ്പോർട്ടിംഗ് ആയി. നമ്മൾ ഇനി കയറിയിട്ട് കാര്യമില്ല. ഓക്കെ, നമ്മൾ ഒറ്റയ്ക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സുഹൃത്തുക്കളെ. ഇപ്പം നെറ്റിൻ്റെ എന്തൊരു ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. അതിപ്പോൾ റെഡിയാക്കാം. ഫസ്റ്റ് ലോഡിങ് എന്നാണ് ഫസ്റ്റ് എഴുതി കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരു ലൈക്ക് അടിച്ച് കൂടി എല്ലാവരും ഇത് കണ്ടോ. അപ്പോൾ ഇന്നത്തെ ലെക്ചർ കിട്ടിയൊരു 5 ലൈക്ക് ആണ്. അപ്പം അത് നിങ്ങളെല്ലാവരും ലൈക്ക് അടിച്ച് പൊട്ടിക്കുക. അപ്പം നേരെ വീട്ടിലോട്ട് പോവാം. എന്നിട്ടാണ് 166 ഫുൾ ആകുമ്പോൾ ലോഡിങ് തീരും. അപ്പം ഈ സമയമില്ല കട്ടൻ ചായ മിച്ചറോ പോപ്കോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേഗം എടുത്ത് വെച്ചിട്ടിരുന്ന് കൂടി കണ്ടോ. അപ്പം ഇത് ഇച്ചിരി ലോങ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നതാട്ടോ. വെയിറ്റിംഗ് ഫോർ പ്ലേയേഴ്സ്. നമ്മൾ ഒറ്റയ്ക്കല്ല ഇത് കളിക്കണം. അപ്പോൾ ഒറ്റയ്ക്കാകുമ്പോൾ ഇച്ചിരി വീഡിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒറ്റയ്ക്ക് എല്ലായിടത്തും ഇച്ചിരി വീഡിയൊക്കെ കുറവായിരിക്കും. ഓക്കെ, ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ എന്താണെന്നൊന്നും അറിയില്ല. ഇതൊരു എപ്പിസോഡിക് ഗെയിമാണ് എന്നാണ് അവർ പറയുന്നത്. അൺലോക്ക് ഇറ്റ് ഈസ് വാഡ് സ്കൂൾ ഹിയർ. കഥ ഇത് റിയായിട്ട് വെദർ ഹാസ് വാം ആൻഡ് ഐ ഓൾഡ് ബി ഹൈൽഡ് ലെഫ്റ്റ് മീ എലോൺ അറ്റ് ഹോം. നമ്മൾ ഹോമിൽ അന്ന് ഒറ്റയ്ക്കായിരുന്നു. ഇവിടെ അച്ഛനും അമ്മയൊക്കെ പോയി. നമ്മുടെ അച്ഛനമ്മയൊക്കെ പോയി ഗൈസ്. അച്ഛനും അമ്മയും ബാത്റൂമിൽ പോകണം. ഓക്കെ പോവല്ലോ. എടാ ഇത് കണ്ടിട്ട് എനിക്ക് മറ്റേ നമ്മുടെ വേറൊരു ഗെയിം ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ റായലിൻ്റെ ഫേസ് ടു ഫയർ പോലെ തോന്നുന്നുണ്ട്. അത്ര ഗ്രാഫിക്സും അടിപൊളി ഇതൊക്കെ ഇതല്ലേ. ഇതാണ് നമ്മുടെ വീട്. എക്സ്പ്ലോർ ചെയ്യാം. കക്കൂസ് ഏതാണ്? നമ്മുടെ വീട്ടിലത്തെ മിസൈലൊക്കെ ഉണ്ട്. റോക്കറ്റ് ലോഞ്ചർ. ആരും നമ്മുടെ വീട്ടിൽ കയറേണ്ട. റോക്കറ്റ് ലോഞ്ചർ വെച്ച് പിടിക്കും. RPG റോക്കറ്റ് ലോഞ്ചർ. അപ്പം ഇതായിരുന്നു ഒന്ന് കക്കൂസ്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഓക്കെ, നമ്മുടെ ബെഡ്റൂമാണ് തോന്നുന്നത്. ഓപ്പൺ ചെയ്യ്. കക്കൂസ് ഇവിടെയാണ്. കക്കൂസ് ക്ലോസ് ചെയ്യ്. കക്കൂസ് അപ്പുറത്തെ കക്കൂസിലാണ് പോയത്. കുറേ കക്കൂസ് ഉണ്ടല്ലേ ഈ വീട്ടിൽ. അപ്പം ഈ കക്കൂസിൽ പോകണമെന്ന് തമ്പുരാനറിയാം. അപ്പുറത്ത് നമ്മളൊരു നെയ്ബർഹുഡിലാണ് താമസിക്കുന്ന സുഹൃത്തുക്കളെ. ആ ഭംഗിയൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് നോക്കൂ. ആ ഭംഗി, ആസ്വാദനക്കുറിപ്പ്. ക്ലോസ്. നമ്മുടെ റൂമിൽ തന്നെ നമുക്കൊരു കക്കൂസ് കൊണ്ടു തന്നിരിക്കുമ്പോൾ നമ്മൾ എന്തിനാ വയസ്സ് പുറത്തൊക്കെ പോകണം. നമ്മൾ ബോയാണെന്ന് തോന്നുന്നു. ബോയാണോ കേളാണോ? ഇപ്പൊ അപ്പയിടാൻ പോയതാണ്. നമ്മൾ അപ്പിടാൻ പോയതാ. ഞാൻ അതുപോലെ തന്നെ കാണിച്ചു. ഇതൊക്കെ എന്നിട്ട് എൻ്റെ കൈ കഴിവൊന്നും വേണ്ട ഈ ചക്കന്. കക്കൂസി പോയിട്ട് ഫ്ലാഷ് ലൈറ്റ് ക്ലോസ് ഫ്ലാഷ് ലൈറ്റ്. റോബോക്സ് കൊടുക്കണം ഗൈസ്. ഇനിയിപ്പോൾ എന്താ പണി? ഇതൊന്നുമില്ല, കിടന്നുറങ്ങാം അല്ലെങ്കിൽ പഠിക്കുക. അല്ലേ കിടന്നുറങ്ങില്ല.
ഓക്കെ പണി പുറത്തേക്ക് പോവാം. കുറെ നേരെ താഴോട്ടൊക്കെ ഇറങ്ങിയിട്ട് കുറെ നേരം. നമ്മുടെ വീട്ടിന്റെ പുറത്തൊരാൾ നിൽക്കണം. Mom coming home to the unfinished. ഇപ്പൊ പുറത്തോട്ട് പോണ അത്ര പന്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരാള് നമ്മുടെ വീടിന്റെ പുറത്ത് നിൽക്കുന്നു. നിങ്ങൾക്ക് കാണാം. റിസ്ക് മൈ മോം കമ്മിങ്. നമ്മുടെ അമ്മയ്ക്ക് റിസ്ക് എന്ന് വരാൻ. ഇപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇയാളിത് എന്തിട്ടാണ് കാട്ടണത്? ഇയാളെ ഞാൻ കുറെ നേരം ചിക്കൻ സ്ക്രീമാ. കോഴീനെയൊക്കെ എടുത്ത് മേശപ്പുറത്ത് വെച്ചേക്കണം. ഓപ്പൺ. ഇതിൻ്റെ ഒന്നുമില്ലല്ലോ. എന്തിനാണ് ഓപ്പൺ ചെയ്തത്? മേളിൽ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ. ഇവിടെ നിന്നൊക്കെ കഴിക്കേണ്ടാവും. ഇവിടെ കിണ്ടിയുണ്ട്. ഇവിടെ കിണ്ടിയില്ല. വായടക്കി ക്ലോസ്. ക്ലോസ്. ഓ, നമ്മൾ ഈ ഫ്രൂട്ട്സ് ആണ് എടുക്കണ്ടേ. ഓ ഞാനത് മറന്നു. നമ്മൾ ഈ ഫ്രൂട്ട്സ് ആണ്. അല്ല, ഫ്രൂട്ട്സ് അല്ല. അയാള് പോയിണ്ടാവും. കുറെ നേരം നോക്കി പോയില്ലേ. ഇയാളെ ഞാൻ ഇന്ന് കുറെ നേരമായി. ഇയാൾക്കൊല്ല പ്രാന്തണ്ട. ഡോർ തുറക്ക. ഇപ്പൊ എന്താ തുറക്കാത്തെ? ലീവ് ദ ടോയ്ലറ്റ് അൺഫിഷ്ഡ്. ഓ, അൺഫിഷ്ഡ് അല്ല, അൺഫ്ലഷ്ഡ്. പൊട്ടനായിരുന്നു ഞാൻ. പാട്ട് പാടാൻ അറിയാതെ താഴോട്ട് പോയപ്പോഴാണ് അറിഞ്ഞത് ചെക്കൻ ഫ്ലഷ് ചെയ്തിട്ടില്ല. ഹായ് പൂച്ച. ഹാപ്പി 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 അല്ല, ഹാപ്പി 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 ഹാപ്പി. ഫ്ലഷ് ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഹാപ്പി അല്ല, ഹാപ്പി ഒക്കെ പോയിട്ടുണ്ട്. ക്ലോസ് ടോയ്ലറ്റ്. ഇനി നമുക്ക് പോയി പഠിക്കാം. എടാ, നമ്മൾ പുറത്തോട്ട് പോടാ. എന്നിട്ടല്ലേ മോനെ, ഇത് പക്ക ഫേസ് ടു ഫേസ് ആട്ടാ. നമ്മുടെ മോമ് ചെയ്തിട്ടാണ്. ഓക്കെ, നമ്മൾ മോമ് തയ്ച്ചു. Why so late? Why so late? It is back when it is late. No problem. Remember to study for your exam tomorrow. Mom, ഇപ്പൊ എന്താ അയച്ചേ? ഇപ്പൊന്നുമില്ല. ഇപ്പൊ അയച്ചത് it is big wedding. Wedding sweet. Today it's Lola. Good luck. Unique. Yeah, unique. Do you have any? The brushes were in my home room. നമ്മുടെ അമ്മയുടെ പപ്പയുടെ റൂമായ മാസ്റ്റർ ബെഡ്റൂമിൽ ബ്രഷ് ഉണ്ട്. പല്ല് വയ്ക്കാനാണ് പറയണത്. മാസ്റ്റർ ബെഡ്റൂം ഏതാണെന്നൊക്കെ അറിയാം. നമ്മളെ കൂട്ടുകാരൻ എന്തോ എന്ത് ചോദിച്ചു. ദ വൺ വിത്ത് ദ ബ്ലൂ ലാവ ലാമ്പ് ക്യാമ്പ് അങ്ങനെ എന്തൊക്കെയാ പറയണത്. Secret steal money from എടുത്തേക്കാം.
എത്ര റോബക്സ് ഉണ്ടെന്ന് അറിയാം? മുട്ട റോബക്സ്. ഒരാൾ പുറത്ത് നിൽക്കണു. അയാളെയൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. എന്തായാലും ഇവിടെ ലൈറ്റ് ഒന്നും ഇല്ലേ മോനെ? ലൈറ്റ് ഉണ്ടല്ലോ ഇവിടെ പറഞ്ഞ പോലെ. പക്ഷെ ലൈറ്റ് ഓൺ ആക്കാൻ പറ്റുന്നില്ല. അൺലോക്ക് കർസർ. കക്കൂസിലായിരിക്കും. ബ്രഷ് എവിടെയാ? കക്കൂസിലാണ്. കക്കൂസിലൊന്നും ബ്രഷ് ഇല്ലടാ. പിന്നെ എവിടെയാടാ ഈ മമ്മയും പപ്പയും എടുത്ത് വെച്ചേക്കുന്നത് ബ്രഷ്? I knew mom had extra brushes in her room. വേറെ വല്ല റൂമുണ്ടോ താഴെ? എവിടെ പോയി നോക്കാനാണോ പറയണേ? നമ്മുടെ റൂമിൽ പോയി നോക്കാനാണ് പറഞ്ഞത് എന്നാണ് എൻ്റെ. എന്തത്? ഏതത് പിണറായി വിജയന്റെ വീടാൻ തോന്നുന്നുണ്ട്. ഫുൾ സെറ്റപ്പാണ് ഗൈസ്. I forget that my extra brushes. എന്തൊക്കെയാണടാ ഇവർ പറയണേ? നോ ഐഡിയ സുഹൃത്തുക്കളെ, ഒന്നും മനസ്സിലാകുന്നില്ല. എക്സ്ട്രാ brushes. Okay, my mom had extra brushes in her room. Door open ചെയ്യത്തില്ലേ? Had to get the brushes for the first. നമ്മുടെ കൂട്ടുകാരൻ കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. The one with the blue lava. ആദ്യം ബ്രഷ് കളക്ട് ചെയ്യണം. എനേബിൾ സ്പ്രിന്റ്. എനിക്ക് നിന്റെ 25 കുണുവയുടെ സ്പ്രിന്റ് വേണ്ട. 25 റോബക്സ് കൊടുത്താലേ അവന് സ്പ്രിന്റ് തന്നെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ തന്നെ നമ്മൾക്ക് അത്ര ഓട്ടം എഴുതാറുള്ളത്. ട്രോളാ. ഇപ്പൊ ഈ ഗെയിമിൻ്റെ ഉള്ളിൽ വരെ ട്രോളായി. ആരാമാർക്ക് കാണിച്ചു. ആരാമാർക്കല്ല മറ്റു സാധനം. ഇത് നേരത്തെ കാണിച്ചിരുന്നു, ഞാൻ പോയി എടുത്തേനെ. ഇവിടെ ഇടുന്ന നേരത്തെ പറയണ്ടേ? ഈ ബ്രഷ് വെച്ച് മേക്കപ്പ് ബ്രഷ്. ഇപ്പോഴാണ് കഥ മനസ്സിലായത് സുഹൃത്തുക്കളെ. നമ്മൾ ആക്ച്വലി ഒരു ഗേളാണ്. നമ്മളെ ഭർത്താവാണ് ഈ അങ്ങനെ എന്തോ ഒരു ഹിന്ദിയാണ്. ഇങ്ങരുടെ പേര്. നമ്മുടെ മാവും നമ്മുടെ ഭർത്താവും ഈ വീട്ടിലാണ് താമസിക്കുന്നത് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഹസ്ബൻഡാണോ അല്ലേന്നൊന്നും ഒരു ഹിന്ദി ഒരു കാര്യം അറിയില്ല. തോന്നണ പോലെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഐ കം ഓവർ ടു പിക്ക് ദം അപ്പ് ലേറ്റർ. ഓക്കെ ഷുവർ ബ്രോ. മേക്കപ്പ് ബ്രഷ് എടുക്കാനാണോ അത്ര? പുട്ട് ഡൗൺ. ഇനി എന്തിട്ടാണ് പണി? മേക്കപ്പ് എടുക്കാനാ? മമ്മ എന്താ മെസ്സേജ്? മമ്മ എന്താണ്? ഹേ, ഐ ഫോർഗെറ്റ് ടു ടേക്ക് ഔട്ട് ദ ട്രാഷ് ഇൻ ദ കിച്ചൺ. ഡു യു മൈൻഡ് ഡൂയിങ് ടു ഇറ്റ് ഫോർ മീ? എൻ്റെ മൈൻഡ് മാറ്റിക്കരുത്, ട്രാഷ് എടുത്ത് വെക്കേ. അതാണിപ്പം അമ്മ നമ്മളോട് മെസ്സേജ് അയച്ചത്. ഇങ്ങനെ ആരുടെ ഇത് കുറെ നേരമല്ല ഇവിടെ കയറി കാണിട്ട്. ഇച്ചിരി ചുമയുള്ളത് പോലെ തോന്നുന്നു. ഓക്കെ, ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ ട്രാഷ്. ഈ ഒരൊറ്റ ട്രാഷ് എവിടെ ഉള്ളൂ. പിക്കപ്പ്. കിച്ചണിലെ ട്രാഷ് എടുത്തു. ട്രാഷ് ബാഗ്. ഈ ഒരു ട്രാഷ് മാത്രം. ട്രാഷ് ബാഗ് എടുത്ത് നടക്കാൻ ഇപ്പൊ സ്മൂത്തായി. ട്രാഷ് ബാഗ് കളഞ്ഞപ്പോൾ സ്മൂത്തായി. കളഞ്ഞിട്ടൊന്നുമില്ല, നമ്മുടെ തന്നെ ഉണ്ട്.
AK-47 എടുത്ത് പുറത്ത് നിൽക്കണവൻ്റെ നെഞ്ചത്തോട്ടിറങ്ങാൻ കയറ്റാം. പക്ഷേ ഈ പട്ടികൾ റോബക്സ് കൊടുക്കൂടാ, അതാണ് പണി. തുറക്ക്. അപ്പം ഓരോ മനുഷ്യരുടെ കിളി പോയി. അല്ല, കിളിയൻ എംബാപ്പെ പിസ തരാനാണോ കള്ള? ഈ ഇങ്ങോട്ട് പോണേ എടാ P10 സൂതനൻ നിക്കട അവിടെ. ഓനെ ഏതവനാണത്? ഷീക്കാരി ശംഭുവിന് തൊപ്പി വെച്ചവൻ. സീൻ ഗെയിം. അവനിത് എങ്ങോട്ടാണ് നടന്നു പോണേ? ആ ഡാഡ് നമുക്ക് സംസാരിക്കാം. ഡോഗ് യു ഡെലിവറി ഫോർ യുവർ മീഡിയം പിസ്സ സാർ. ഓക്കെ, ആരൊന്നും പറഞ്ഞില്ല. യു മച്ച് ബെറ്റ് ദ റോങ് അഡ്രസ്. നമ്മൾ അത് കൊടുക്കാം. സ്ട്രൈറ്റ് റൈറ്റ് ഇസ് കറക്റ്റ്. വെൽ ഡൺ. നമ്മുടെ പിസ തന്നെയാണ്. പിസ പിസ. ഒരു മിനിറ്റ് സാർ ഇവിടെ നിൽക്കണേ. പിസ തന്നിട്ട് അയാൾ പിസ വാസ് കോൾഡ്. അതിന് പിസ അയാൾ തന്നാ? അതിനിടയ്ക്ക് ആ ട്രാഷ് എപ്പോഴാണ് അതിൽ കൊണ്ടിട്ടെ? ഓ ട്രാഷ് ട്രാഷ് പിക്ക് ചെയ്യണം. വേണ്ട, ക്ലോസ് ക്ലോസ്. പിസ വാസ് കോൾഡ്. ഈ കോൾഡ് പിസയെ നമ്മൾ ഹോട്ട് പിസയാക്കണം. അതിനു വേണ്ടി നമ്മൾ നേരെ പോകേണ്ടത് മൈക്രോവേവ് ഓവൻ. ഹീറ്റ് ദ പിസ. ഹീറ്റ് പിസ. യമ്മി പിസ. ഹീറ്റ് പിസ. യമ്മി പിസ. എല്ലാവരും കട്ടൻ ചായ മിച്ചറൊക്കെ എടുത്ത് വെച്ചിട്ടല്ലോ അല്ലേ? നമ്മൾ ഇതൊക്കെ റെഡിയാക്കിയിട്ട് വരാം. അതിന് പിസ നമ്മുടെ കയ്യിൽ കിട്ടിയാലല്ലേ ബ്രോ നമുക്ക്. പിസ എവിടെയാടാ? പിസ ഹീറ്റ് ചെയ്യണം. പിസ ഹീറ്റ് ആയിക്കൊണ്ട് പിസ ഇങ്ങനെ ഹീറ്റ് ആക്കി. ഓക്കെ, I wanted to heat the pizza. അതിന് പിസ അങ്ങനെ കാലമടം കൊണ്ടുപോയില്ലേ? ഈ പിസ ഇവിടെ നിന്ന് എടുക്കണം. ഇവിടെ ആണെങ്കിലോ ഒരു കിണ്ടിയിലടാ. ഇത് ഇച്ചിരി താമസിക്കും. ഞാനെല്ലാം ഒന്ന് കണ്ടുപിടിച്ച് റെഡി ആയിട്ടൊക്കെ വരുമ്പോഴത്തേക്കും താമസിക്കടാ. പിസ എവിടെയാടാ? പുറത്താരെങ്കിലുണ്ട്? ആരുമില്ല. അൺലോക്ക് കർസർ എന്നാണ് ഈ അങ്ങനെ എന്താ എഴുതിയത്. ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് പിസ ഹീറ്റ് ചെയ്യാനാണ്. മെക്സിക്കൻ ടാഗോ. ഞങ്ങളെ പിസക്ക് ഇത് മെക്സിക്കൻ ടാഗോ അല്ല, ഇന്ത്യൻ ഹോട്ട് ഡോഗാണ്. ഇവിടെ ഒന്ന് ചൂടാക്കണ്ടേ? ഹീറ്റ് പിസ. ഞാനിപ്പോൾ എത്രാമത്തെ തവണയാണോ ഇത് ഹീറ്റ് ചെയ്യണേ? നിങ്ങളൊന്ന് ആലോചിക്കേ. ഹീറ്റ് പിസ, 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 ഹീറ്റ് പിസ. കുറെ നേരം റോബക്സ് കൊടുത്തിട്ട് ജംസ് കെയർ ചെയ്യാൻ അത് വേണ്ടട്ടാ. 10 രൂപക്കാരൊന്നും ചെയ്യട്ടാ. അയ്യോ ഗൈസ്, അവൻ്റെ മറ്റേടത്ത് പിസ ഹീറ്റ് ചെയ്യാൻ. എടാ എത്ര നേരടാ പിസ ഹീറ്റ് ചെയ്യണു?
അങ്ങോട്ട് എന്തൊരു വഴി, അവിടെ ഒരു വഴി, ഡോറ ബേസ്മെന്റിലോട്ടുള്ള. അത് തുറക്കാൻ പറ്റണ്ട, അത് തുറക്കാൻ പറ്റില്ല. ഇതൊന്നും തുറക്കാൻ പറ്റും. ഇത് തുറന്നു. ഇത് സ്റ്റോർ റൂമാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ എന്തോ ഡോറ്. എല്ലാം നമ്മളിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ട് പോകണം ഗൈസ്. I wanted to save time by eating pizza at the first. എനിക്ക് ആദ്യം പിസ്സ ഹീറ്റ് ചെയ്യണം. പിസ്സ ആദ്യം എൻ്റെ കൈ കിട്ടട്ടെ, എന്നിട്ട് ഞാൻ ഹീറ്റ് ചെയ്യാം. ഹീറ്റ് പിസ്സ. ബട്ട് എനിക്ക് ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാനുള്ളൂ, ഈ പിസ്സ എവിടെ ഹീറ്റ് ചെയ്യുന്നു പറയുന്നുണ്ട്, പക്ഷെ പിസ്സ എവിടെയെന്ന് മാത്രം എനിക്കറിയില്ല. ഡോർ ഓപ്പൺ ചെയ്യും. നിങ്ങൾ എവിടെങ്കിലും കൊണ്ട് പിസ്സ കളഞ്ഞ. I wanted to save time by eating pizza. മോം എന്താ അയച്ചേക്കണേ? ഞാൻ ഇത്ര നേരമായിട്ട് മേളിലോട്ട് പോയിട്ടില്ല. മേളിലായിരിക്കും ചിലപ്പോൾ പിസ്സ ഉള്ളത്. നമ്മൾ മേളിൽ പിസ്സ എടുത്ത് വെച്ചിട്ട് മറന്നാണെന്ന് തോന്നുന്നത്. ഈ ഗെയിമുകാരുടെ പ്രൊഫഷണൽ ബുദ്ധിയല്ലേ. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകാമെന്ന് തോന്നുന്നു. കാരണം ഇത് എന്തിട്ടാണത് കുറെ നേരമില്ലേ. നമുക്ക് ബാക്ക് യാർഡിൽ നിന്ന് ഇറങ്ങി നോക്കാം. ബാക്ക് യാർഡ് നമ്മൾ പോയിട്ടില്ല. ഇതിൻ്റെ ബാക്കി പാർട്ട് ഇനി നാളെ വരെ. ബാക്ക് യാർഡ് പോയി നോക്കാം. ബാക്ക് യാർഡ് ഹാഡ് ടു ടേക്ക് ഔട്ട് ദ ട്രാഷ് ഫസ്റ്റ്. ആദ്യം ട്രാഷ് കളക്ട് ചെയ്യണം, എന്നിട്ട് നമ്മൾ അവിടെ കൊണ്ടിടണം, എന്നിട്ട് നമ്മൾ പിസ്സ ഹീറ്റ് ചെയ്യണം. ഇപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. പക്ഷെ ഹീറ്റ് പിസ്സ അല്ലേ ഞാൻ പറയുന്നേ. കിച്ചണിലെ ട്രാഷ് ഇല്ലേ, അവിടെ ട്രാഷ് കിടന്നുണ്ടായിരുന്നല്ലോ, അതിപ്പോൾ കാണാണ്ട് പോയി ഗൈസ്. ഇതാണ് ഈ ട്രാഷുകളുടെ പ്രത്യേകത. ഈ വണ്ടി നമ്മൾ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കേ, കുറേ വണ്ടിയുണ്ട് ഇവിടെ. പണ്ടാരം I wanted to heat the pizza. പിസ്സയൊക്കെ ഇപ്പം ഹീറ്റ് ചെയ്യാം. അതിന് മുമ്പ് ട്രാഷ് കക്കൂസുണ്ടാവും. കക്കൂസുണ്ടായാൽ മതി. ഇട്ടടത് നമ്മളാണത്. നമ്മുടെ രൂപം നോക്കുക ഗൈസ്. നമ്മളെ കാണാൻ നല്ല ഭംഗിയുണ്ട്. I am very beautiful. അയ്യോ, എത്ര അയലത്തെ വീട്ടിൻ്റെ ഓടൊക്കെയാണല്ലോ ഇപ്പുറത്ത് കാണിക്കണേ. തന്ത്രത് മേളിൽ മഴ എന്താ ഗ്ലിച്ചായിരുന്നു. മിക്കവാറും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. എൻ്റെ വരി അവസാനിപ്പിക്കേണ്ടി വരും. ഇത് എടുക്കാൻ പറ്റുമോ? ഇതെന്തുട്ടാണിത്? പുതുദർശനത്തിൻ്റെ അച്ഛൻ. ഇവിടെ കുറേ മുഖംമൂടികളുണ്ട്. നമ്മുടെ ഒരു മുഖംമൂടിയുണ്ട്. എന്നിട്ടാണ് ഇവൻ്റെ പിസ്സ ഷാപ്പ് ഇങ്ങനെ തീർത്തിട്ട് കൂടാ. പിസ്സ
ഗൈസ് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കാൻ പോവാണ്. പിന്നെ ബാക്കി പാർട്ട് നമുക്ക് നാളെ ഇടാം. അപ്പം ഈ ഗെയിമിൻ്റെ പേര് നമുക്കറിയില്ല, ബൗറഡ് ഫിയേഴ്സ് എന്നാണ് ഗെയിമിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും പോയി കളിച്ച് നോക്കി വേണമെങ്കിൽ. ബൈ, പുതിയ വീഡിയോ ആയിട്ട് വരുന്നത്. എല്ലാവർക്കും ബൈ, പീസ് ഔട്ട്.